ചേട്ടനിൽ നിന്ന് മേടിച്ച കാശ് അങ്ങനെ പറ്റിച്ചെടുത്ത രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഈ 90 സെന്റ് സ്ഥലം. ഇതാണ് മക്കൾക്ക് വീതം വെച്ചു കൊടുത്തത്. അനീതിപരമായിട്ട് അക്രമപരമായിട്ട് ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ ചതിച്ച് പറ്റിച്ച് മേടിച്ച 90 സെന്റ് സ്ഥലം മക്കൾക്ക് വീതം വെച്ചു കൊടുത്തപ്പോൾ ഇവർ രണ്ടുപേരും നല്ല മണിമാളികകളൊക്കെ പണിതുകൊണ്ട് സമാധാനത്തോടു കൂടി ജീവിക്കാൻ അവിടെ സാധിക്കുമോ? കാരണം അത് കണ്ണുനീരിന്റെ സ്ഥലമാണ്, ദൈവത്തിന് നിരക്കാത്തതാണ്. അതുകൊണ്ട് അവിടെ താമസിക്കുമ്പോൾ അല്പം പോലും സ്വസ്ഥത കിട്ടുന്നില്ല. ഇവർ രണ്ടുപേരും വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഈ സ്ഥലത്ത് സ്വസ്ഥതയോടുകൂടി ജീവിക്കില്ല. അവരുടെ പ്രശ്നം തീർന്നതോടുകൂടി നീതിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യന് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 15-ാം സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? വളരെ അക്കമിട്ട് സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവിന്റെ കൂടാരത്തിൽ വസിക്കുന്നതിനുള്ള യോഗ്യതകൾ. നീ മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയരുത്, ആരെയും ദ്രോഹിക്കരുത്, കൈക്കൂലി വാങ്ങരുത്, ദൈവഭക്തനോട് ആദരവ് കാണിക്കണം, നീ നീതിയോടുകൂടി ജീവിക്കണം, നന്മ പ്രവർത്തിച്ച് ജീവിക്കണം. ഇതൊക്കെ സങ്കീർത്തകൻ വളരെ വ്യക്തമായിട്ട് 11 കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ആഘോഷമായിട്ട് ജീവിച്ചാൽ മതി. പക്ഷേ ഇത് അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒന്നുകിൽ നീ ഇങ്ങനെ സമ്പാദിച്ചെടുക്കുന്ന നിന്റെ മക്കളായിട്ട് നശിപ്പിച്ചു കളയും, നിനക്കൊരു സ്വസ്ഥതയും കിട്ടില്ല. നീ പണം കൊടുത്ത് നീ കിടക്ക മേടിക്കും, പക്ഷെ നിനക്ക് ഉറക്കം കിട്ടില്ല. നീ പണം കൊടുത്ത് ഭക്ഷണം മേടിക്കും, നിനക്ക് വിശപ്പ് കിട്ടില്ല. നീ പണം കൊടുത്ത് മരുന്ന് മേടിക്കും, ആരോഗ്യം കിട്ടില്ല. പണം കൊടുത്താൽ കിട്ടാത്ത നിരവധി മൂല്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതൊന്നും പണത്തിന് സമ്പത്തിനോ നിനക്ക് അതിജീവിക്കാനായിട്ട് പറ്റില്ല. ഇതൊക്കെ ദൈവത്തിന് തരാനേ പറ്റുള്ളൂ. മനസമാധാനമുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റൂ, മനസമാധാനമുണ്ടെങ്കിൽ വിശപ്പുണ്ടാകൂ, മനസമാധാനമുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാകൂ. ഈ മനസമാധാനം നിന്റെ ദൈവത്തിന് മാത്രമേ തരാൻ സാധിക്കൂ. മറ്റു ഒരു വസ്തുവിനും ഒരു വ്യക്തിക്കും നിനക്ക് മനസമാധാനം തരാൻ പറ്റില്ല. അൽമായരായ 2 വിശുദ്ധരാണ് ഇവര്. മാത്രമല്ല ഇവര് വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത 2 ധീര പടയാളികളാണ് അവര്. ആ ഒരു പ്രത്യേകത ഈ 2 വിശുദ്ധാത്മാക്കൾക്കുമുണ്ട്. വിശുദ്ധ ഗീവർഗീസ് ആണെങ്കിലും വിശുദ്ധ സെബസ്ത്യാനോസ് ആണെങ്കിലും കടുകട വിട്ടുകൊടുക്കാതെ ആ വിശ്വാസത്തിൽ നിന്നും ഒത്തിരി ഓഫറുകൾ ഉണ്ടായിരുന്നവർക്ക് അവിടെ ഒന്നും വിട്ടുകൊടുക്കാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത 2 വ്യക്തിത്വങ്ങളാണ് ഇവര്. രക്തസാക്ഷികളായവരാണ് ഇവർ 2 പേരും, ധീര രക്തസാക്ഷികളായവരാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രലോഭനത്തെക്കുറിച്ച്. ഈശോയ്ക്കുണ്ടായ പ്രലോഭനം, ദൈവമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അവന് പ്രലോഭനങ്ങളുണ്ടായി. അവന് 3 രീതിയിലുള്ള പ്രലോഭനങ്ങളാണ്. ആദ്യത്തേത് അവന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങളാണ്. അവന് നല്ല ഭക്ഷണം വേണം, ശരീരത്തിന്റെ സുഖങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ട് പിശാച് അവനെ പരീക്ഷിക്കുകയാണ്. നീ കല്ലുകളോട് അപ്പമാകാൻ പറയും, നീ ദൈവപുത്രനല്ലേ, നീ പറഞ്ഞ ഈ കല്ലുകളൊക്കെ അപ്പമാകും, നീ ഇതിനോട് അപ്പമാകാൻ പറയും. ശരീരത്തിന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാനുള്ള ഒരു പരീക്ഷണമാണ് പിശാച് ഈശോയുടെ മുൻപിൽ ചെയ്യുന്നത്. നമ്മളൊക്കെ നെട്ടോട്ടം ഓടുന്നതും ശരീരത്തിന്റെ സുഖങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല മേക്കപ്പ് ചെയ്യണം, അത് തന്നെയല്ല ശരീരത്തിൻ്റെതായ മറ്റ് ആവശ്യങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കണം. അതിനു വേണ്ടിയുള്ള ഓട്ടമാണ്. പ്രത്യേകിച്ച് ഇന്നുള്ള നമ്മുടെ മീഡിയാസൊക്കെ നമ്മൾ അതിന് ഒത്തിരിയേറെ സഹായിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ഒന്നുമല്ല എന്ന് ഈശോ ഈ പരീക്ഷണത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നു. രണ്ടാമതായിട്ട് അധികാരത്തോടുള്ളതാണ്. ദേവാലയത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് ചാടിക്കോ, നിന്നെ താങ്ങാൻ നിരവധി പേരില്ലേ, മാലാഖ വൃന്ദങ്ങൾ വന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നിനക്കൊന്നും സംഭവിക്കില്ല, നീ പറഞ്ഞാൽ കേൾക്കുന്ന ധാരാളം പേരിവിടെയുണ്ട്. അത് അധികാരത്തോടുള്ളൊരു ഭ്രമമാണ്. അധികാരത്തിന്റെ കസേരകളിൽ കയറിയിരിക്കുമ്പോൾ താഴെയിരിക്കുന്നവരോട് എന്തു പറഞ്ഞാലും അവരനുസരിക്കുമെന്നും അവരെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റാമെന്നുമുള്ള ഒരു ധാരണ. അതുകൊണ്ട് അധികാരത്തിലിരിക്കുമ്പോൾ ഈ അധികാരത്തിൻ്റെതായ അപ്പക്കഷണങ്ങൾ ഭക്ഷിച്ചവർക്ക് വീണ്ടും കൂടുതൽ അധികാരങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള ഒരു മനോഭാവം എപ്പോഴും. അതുകൊണ്ട് ഈ അധികാര മനോഭാവത്തെ ഒന്ന് ചെറുത്തു നിൽക്കണം. അതും പിശാചിൻ്റെതായ ഒരു തട്ടിപ്പാണ്. അതിനെയും അതിജീവിക്കണമെന്ന് ഈശോ വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. മൂന്നാമതായിട്ട് മലയുടെ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ട് പറയുന്നു, ഇതെല്ലാം നിനക്ക് തരാം, ഈ കാണുന്ന പട്ടണങ്ങളെല്ലാം എന്റേതാണ്, ഇതൊക്കെ നീ എടുത്തോ, നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി. അവിടെയും ഈശോ പറയുന്നത് എന്താ? സമ്പത്തിനോടുള്ള ഒരു
ഭയങ്കര അടങ്ങാത്തൊരാഗ്രഹമാണ് മനുഷ്യനുള്ളത്. എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ധാരാളം സമ്പത്ത് വേണം. എല്ലാ സമ്പത്തും കൂട്ടി വെച്ചുകൊണ്ട് എനിക്ക് ആർഭാടമായിട്ട് ജീവിക്കണം, വലിയ വലിയ മണിമാളികകൾ പണിയണം, ഉന്നതമായ ഒരു ശ്രേണിയിലുള്ള ഒരു ജീവിതം നയിക്കണം, നല്ല നല്ല കാറുകൾ വേണം, എല്ലാ സൗകര്യങ്ങളും വേണം, ആഘോഷങ്ങളും ആർഭാടങ്ങളും നിറഞ്ഞൊരു ജീവിതം നയിക്കണം. അതുകൊണ്ട് എപ്പോഴും ഈ പണത്തോടുള്ള സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ഒരു ആർത്തി അതൊരിക്കലും അടങ്ങാത്തതാണ്. എന്നും ഇതുപോലെ കുറേ വാരിക്കൂട്ടണം. കിട്ടിയാൽ ഒരിക്കലും നമ്മൾ സംതൃപ്തരല്ല. എന്നൊക്കെ കിട്ടിയാലും എന്തൊക്കെ കിട്ടിയാലും നമ്മൾ ഒരിക്കലും സംതൃപ്തരാകുന്നില്ല. എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു ചേച്ചി പറഞ്ഞു, അവരന്ന് ഒരു ഓലപ്പരയില, എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലാണ്, ഓലപ്പരയിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, ഒരു അടച്ചുറപ്പുള്ളൊരു വീട്ടിലൊന്ന് കിടക്കാനായിട്ട് ദൈവം എന്നാണാവോ എനിക്ക് അവസരം തരുന്നത്? അവിടെ ഒന്ന് കിടന്നാൽ മതിയായിരുന്നു, ഒരു മുറിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഈ ചേച്ചിയുടെ പ്രാർത്ഥനയും ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. ഇവർക്കൊരു വീട് കിട്ടി. ആ വീടിന് 3 മുറികളുണ്ട്, ഒരു അടുക്കളയുണ്ട്. ഈ 3 മുറികൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചേച്ചി ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ വീടുകളൊക്കെ ഒത്തിരി വലുതാണ്, ബാക്കിയുള്ളവരുടെ വീടുകൾ, നല്ല സൗകര്യങ്ങൾ. അപ്പോൾ പറയാണ്, ഒരു അറ്റാച്ച്ഡ് റൂം ഞങ്ങൾക്കില്ല, ഒക്കെ ടോയ്ലറ്റൊക്കെ പുറത്തേ ഉള്ളൂ, ഞങ്ങൾക്ക് നല്ലൊരു വീടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പിള്ളേരൊക്കെ വളർന്നു വരുന്നു, ഇനി കുട്ടികളൊക്കെ കല്യാണം കഴിച്ചൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു മുറി ഇല്ലാത്തത് കൊണ്ട് എൻ്റെ തമ്പുരാൻ ഇനി എന്നാൽ ഞങ്ങൾക്കൊരു മുറി തരണേ, ഒന്ന് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് നല്ലൊരു വീട് കിട്ടി. അത്യാവശ്യം 2 നില വീട് തന്നെ കിട്ടി. താഴത്ത് 2 ബെഡ്റൂമുണ്ട്, മുകളിൽ നല്ല 2 ബെഡ്റൂമുണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളും അറ്റാച്ച്ഡ് റൂംസൊക്കെ ഉണ്ട്. അപ്പോൾ പറയാം, എല്ലാവർക്കും കാറുണ്ട്, ഞങ്ങൾക്ക് മാത്രം ഒരു കാറില്ല. അവരൊക്കെ കാറിന് പുറത്ത് പോകുന്നു, ഞങ്ങൾ ഇതേ ബസ്സിനാണ് പോകുന്നത്. ദൈവം അവർക്കൊരു കാറും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഓരോ പ്രാവശ്യവും ആഗ്രഹങ്ങൾ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സമ്പത്തിനോടുള്ള സൗകര്യങ്ങളോടുള്ള ഈ അഭിനിവേശം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും വീണ്ടും പണം വേണം, അതിനു വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന ധാരാളം ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. എങ്ങനെയെങ്കിലും കുറേയും കൂടി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വർദ്ധിപ്പിച്ച് നന്നായിട്ട് ജീവിക്കാൻ പോലും സാധിക്കാതെ ജീവിക്കാൻ മറന്നുപോയി ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നവരാ ഭൂരിഭാഗം പേരും. ഏതെങ്കിലും ഒരു വ്യക്തി ഈ ലോകത്ത് കുറെ സമ്പാദിച്ചു കൂട്ടിയിട്ട് അതിൽ നിന്ന് 10 പൈസയെങ്കിലും ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടോ? ഈ ലോകത്ത് കിടന്ന് നെട്ടോട്ടം ഓടുകയല്ലേ. എങ്ങനെയെങ്കിലും ആരെ പറ്റിച്ചായാലും എന്ത് തട്ടിപ്പ് കാണിച്ചിട്ടായാലും 4 കാശുണ്ടാക്കണമെന്നുള്ള മനോഭാവത്തോടു കൂടി ഓടി നടക്കുമ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോവുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചവനാ, ഒത്തിരി യുദ്ധങ്ങൾ നയിച്ചു, നിരവധി രാജ്യങ്ങൾ പിടിച്ചടക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ അവസാനത്തോടായി കഴിഞ്ഞപ്പോൾ ഈ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പിടിച്ചതും ഒന്നും കൊണ്ടാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ 2 കരങ്ങളും തുറന്നിടണം, ഞാൻ ഇത്രയൊക്കെ നേടിയതൊന്നും ഒരു തരി പോലും 10 പൈസ പോലും ഒന്നും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാനായിട്ട് 2 കരവും തുറന്നിട്ട് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിലാപയാത്ര നടത്തിയത്. ഇവിടുന്നൊന്നും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. ആകെ നമ്മുടെ കൂടെ വരാനുണ്ടാകുന്നത് നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന നന്മകളും തിന്മകളും എൻ്റെ പിന്നാലെ വരും. ഈ നന്മകൾക്കും തിന്മകൾക്കും അനുസൃതമായിട്ട് ദൈവം നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണോ അതോ നിത്യ നരകത്തിലേക്ക് പ്രവേശിക്കണോ എന്നുള്ള പ്രതിഫലം തരും. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സമ്പത്തിനും നേട്ടങ്ങൾക്കും അധികാരങ്ങൾക്കും ആർഭാടങ്ങൾക്കും ശരീരത്തിന്റെ പ്രവണതകൾക്കും വേണ്ടി ഓടുമ്പോൾ ഇവിടെ നിന്ന് കടന്നു പോകണം എന്നുള്ളൊരു മനോഭാവം എപ്പോഴും മനസ്സിലുണ്ടാകണം. ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ ജീവിക്കണം. അതുകൊണ്ട് ഈ വിശുദ്ധാത്മാക്കളൊക്കെ ഇന്നും വണങ്ങപ്പെടുന്ന അവസ്ഥയിലെ ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരാ. ഏകദേശം 200-300 വർഷങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസും ഗീവറീസും ഒക്കെ ഇന്നും ഈ 2000 വർഷങ്ങൾ കഴിഞ്ഞ് 2025 ആയിട്ടും ഇന്നും അവരൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നത് എന്തുകൊണ്ടാ? അവരന്ന് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ഒത്തിരി ഓഫറുകൾ ഉണ്ടായിരുന്നു, അധികാരികളാകാമായിരുന്നു, പണം സമ്പാദിക്കാമായിരുന്നു, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ദൈവത്തെ പ്രതി അതൊന്നും വേണ്ട എന്ന് വെച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് അവരിന്ന് ഓർമ്മിക്കുന്നത്, ഈ അൾത്താരയിൽ വണങ്ങപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്.
വിശുദ്ധ കൊച്ചുത്രേസ്യ 24 വയസ്സ് മാത്രം ജീവിച്ചപ്പോൾ ഈ ലോകത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചുകൊണ്ട് ഒരു കൊച്ചു മഠത്തിന്റെ 4 മതിൽക്കെട്ടുകൾക്കുള്ളിൽ ജീവിതം മുഴുവനും കൊടുത്തപ്പോൾ ജീവിതത്തിലുണ്ടായിരുന്ന വേദനകളും സഹനങ്ങളും രോഗങ്ങളൊക്കെ ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് സ്വന്തം സ്വീകരിച്ച് ഒരു പരാതിയും പരിഭവവും കൂടാതെ മഠത്തിന്റെ 4 മതിൽക്കെട്ടുകൾക്കുള്ളിൽ ജീവിച്ചപ്പോൾ അവൾ സ്വർഗത്തിൽ നിന്നും നമുക്ക് വേണ്ടി വർഷിക്കുന്നത് റോസാ പുഷ്പങ്ങളാണ്. അവൾ ഇന്നും ജീവിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്നതാ. അവൾ മരിച്ച് മണ്ണോട് മണ്ണായി തീർന്നിട്ടും ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ അവർ ചെയ്ത സുഹൃതങ്ങളാ, അവർ ചെയ്ത നന്മകളാ, ദൈവത്തിന് നിരക്കാത്തതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ പലപ്പോഴും ഈ വിശുദ്ധാത്മാക്കൾ നൽകുന്ന ചില പാഠങ്ങൾ ഉൾക്കൊള്ളാതെ ഈ പെരുന്നാളും ആഘോഷങ്ങളൊക്കെ ആർഭാടമായി നടത്തിക്കൊണ്ട് ഇതിന്റെ ഒരു ആഘോഷമായിട്ട് മാറ്റുന്നു. പക്ഷേ ജീവിതത്തിൽ അല്പം പോലും ഇവരുടെ പരിശുദ്ധിയോ ഇവരുടെ ആധ്യാത്മികതയോ നമ്മുടെ ജീവിതത്തെ ലേശുന്നില്ല എന്നുള്ളതാണ്. അനീതിക്ക് വേണ്ടിയിട്ട് അതിനെ എതിർക്കുന്നതാണ് വിശുദ്ധ ഗീവർഗീസിന്റെ ചിത്രം തന്നെ. ലോകത്തിൽ നടക്കുന്ന അനീതികളെല്ലാം പരാജയപ്പെടുത്തുന്ന ഈ പാമ്പിന്റെ പിശാചിന്റെ പരീക്ഷണത്തെ തകർക്കുന്ന ഒരു കുന്തവുമായിട്ട് അതിനെ തകർക്കുന്ന ഒരു രൂപമാണ്. കുതിരപ്പുറത്ത് നിൽക്കുന്ന ഒരു പടയാളിയാണ് വിശുദ്ധ ഗീവർഗീസ്. അവൻ ചെറുത്ത് നിൽക്കുന്നത് ലോകത്തിൽ നടക്കുന്ന അനീതികളോടാണ്. ഇന്ന് ലോകത്തിൽ എത്രമാത്രം അനീതികൾ നടക്കുന്നു, എത്രമാത്രം വെട്ടിപ്പും തട്ടിപ്പും നടക്കുന്നു, എന്തുമാത്രം കൊലപാതകങ്ങൾ നടക്കുന്നു, എത്രമാത്രം മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ പോലും കഴുത്തിറക്കാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത തന്റെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി ആരെയും ദുരുപയോഗം ചെയ്യത്തക്ക രീതിയിൽ ജീവിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. ഇവരുടെയൊക്കെ ഇവിടെയൊക്കെ നടക്കുന്ന ഈ അനീതികളെ ചെറുക്കുക എന്നുള്ളത് വിശുദ്ധ ഗീവർഗീസ് നമുക്ക് കാണിച്ചു നൽകുന്ന വലിയൊരു മാതൃകയാണ്. ഈ മാതൃകയൊക്കെ നമ്മൾ കാറ്റിപ്പറത്തിക്കൊണ്ട് എൻ്റെ സുഖങ്ങൾക്ക് സൗകര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷമൊന്നും നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമൊന്നും തരുന്നില്ല. ഇത് കുറെ വെടിക്കെട്ടുകൾ നമ്മളൊക്കെ നടത്തുന്നുണ്ട്. വെടിക്കെട്ടുകളൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്, അത് പുകയായിട്ടും ശബ്ദമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ കാശ് കുറെ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ തിരുനാൾ ആഘോഷം ജീവിതത്തിൽ അർത്ഥപൂർണമാകണമെങ്കിൽ ഈശോ ജീവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ വിശുദ്ധാത്മാക്കൾ കാണിച്ചു തന്ന ജീവിത മാതൃകയിലൂടെ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഈ തിരുനാൾ ആഘോഷം എനിക്ക് അർത്ഥവത്തായിട്ട് മാറുന്നത്. എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ വിശുദ്ധരെ പോലെ ഒന്ന് അൾത്താരയിൽ കയറി ഒന്ന് വണങ്ങത്തക്ക രീതിയിൽ ജീവിക്കുവാനായിട്ട്, അങ്ങനെ എത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇന്നത്തെ നമ്മുടെ ജീവിതം അനുസരിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ സ്വർഗരാജ്യത്തിലേക്ക് ഞാൻ കടക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എത്രമാത്രം തിന്മകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇന്ന് സമൂഹം മുഴുവനും പോകുന്നത്. ഓരോ കുട്ടികളും വളർന്നു വരുമ്പോൾ ഏത് രീതിയിൽ പണം സമ്പാദിക്കണം എന്നുള്ളതല്ലേ ഇന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കണം, നല്ല സ്കൂളുകളിൽ പോകണം, അതിന് എന്ത് പണം ചെലവ് ചെയ്യാനും എന്ത് ത്യാഗം കൊടുക്കാനും മാതാപിതാക്കൾ തയ്യാറായി. എന്തിനാ? ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തണം. നീ ഡോക്ടർ ആകണം, നീ എഞ്ചിനീയർ ആകണം, നീ പൈലറ്റ് ആകണം, നീ വിദേശത്ത് പോകണം, ധാരാളം പണം സമ്പാദിക്കണം, ആഘോഷമായിട്ട് ജീവിക്കണം, ഞങ്ങളെയും വിദേശത്തേക്ക് കൊണ്ടുപോകണം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന മൂല്യങ്ങളോ മതബോധനത്തിനൊന്നും യാതൊരു പ്രാധാന്യമില്ല, ധാർമ്മിക മൂല്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ല. നീ ആരെയും പറ്റിച്ചോ തട്ടിച്ചോ വെട്ടിച്ചോ, നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നതായാലും നീ എടുത്തോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംസ്കാരം ഇന്ന് ഈ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം അനീതിയും അഴിമതികളും അക്രമങ്ങളും നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്. നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് മനുഷ്യനില്ല. പലപ്പോഴും അനീതിപരമായിട്ട് പ്രവർത്തിച്ച് ഇതൊക്കെ സമ്പാദിച്ച് കൂട്ടുമ്പോൾ ഇതൊന്നും അനുഭവിക്കാൻ പറ്റാതെ പോകുന്ന നിരവധി വ്യക്തികളുണ്ട്. പലപ്പോഴും ഞാൻ ഈ ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ കാണാറുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കണ്ടതാണ്. ഒരു അപ്പൻ 90 സെന്റ് സ്ഥലം 2 മക്കൾക്കായിട്ട് വീതിച്ചു കൊടുത്തു, 45 സെന്റ് വീതം. ഈ 45 സെന്റ് സ്ഥലത്തിൽ ഒരു റബ്ബറും തോട്ടമായിരുന്നു. കുറച്ച് മരം വെട്ടിക്കളഞ്ഞുകൊണ്ട് 2 പേരും മനോഹരമായ നല്ല മണിമാളിക പോലത്തെ 2 വീടും വെച്ച് അത്യാവശ്യം സമ്പത്തും കാര്യങ്ങളുള്ളവരാ അവര് അവിടെ ജീവിതം തുടങ്ങി. പക്ഷെ ഈ ചേട്ടനും മനുജനും അവരുടെ വീട്ടുകാര്, ഭാര്യമാരും മക്കളും തമ്മിൽ എന്നും വഴക്കാം. 2 പേർക്കും ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ്. 2 പേരും കൂടി ഒരു ദിവസം വെട്ടും കുത്തും നടന്നു. അതുകൊണ്ട് അനുജന്റെ കൈ വെട്ടിമുറിച്ചു, എല്ലിന് പൊട്ടും വീണു, കൈ മുറിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലിരിക്കുന്നു. അത് കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മക്കളാണെങ്കിൽ, ചെറിയ കുട്ടികളാണെങ്കിലും അപ്പനും അമ്മയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പറയുന്ന തെറികൾ കേട്ടുകൊണ്ട് ഈ പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും വിളിച്ചുകൊണ്ട് നടക്കുന്നു. ആകെ വല്ലാത്തൊരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്ന് കോംപ്രമൈസിലെത്താനായിട്ട് വിളിച്ചതാണ്. വികാരിയച്ഛൻ പറഞ്ഞു, അച്ഛോ ഞങ്ങളെല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇനി അച്ഛൻ വന്ന് അതൊന്ന് ആശീർവദിച്ച മാത്രം മതി. ആശീർവദിച്ച മതിയില്ല, 10 മിനിറ്റ് കൊണ്ട് തീരാനുള്ള കേസാണ്. 3 മണിക്കൂർ നേരം ഇരുന്നിട്ട് സംസാരിച്ചിട്ടും ഈ ചേട്ടനും മനുജനും തമ്മിൽ യാതൊരു ധാരണയിലും എത്താനുള്ള സാധ്യതയില്ല.
അവസാനം ആകെ വല്ലാതെ വിഷമിച്ചു പോയി. ഞാൻ എൻ്റെ തമ്പുരാനെ ഇവരോട് എന്ത് പറയും, എന്ത് ചെയ്യും? ഒരു നിമിഷം ഞാൻ തമ്പുരാനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ എന്നോട് പറഞ്ഞു, നീ ഒന്ന് ചോദിക്കേ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ സ്ഥലം ആര് തന്നതാ? അതിൽ മൂത്ത ആള് പറഞ്ഞു, ഇത് ഞങ്ങളുടെ അപ്പന്റെ സ്ഥലമാണ്, 45 സെന്റ് വീതം 90 സെന്റ് സ്ഥലം അപ്പൻ ഞങ്ങൾക്ക് വീതിച്ചു തന്നതാണ്. അത് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അന്ന് ഈ അപ്പന് ഈ സ്ഥലം എവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പോഴാ പറഞ്ഞു, അതിനൊരു കഥയുണ്ട് അച്ഛാ, ഇത് ഞങ്ങളുടെ വല്യപ്പന്റെ സ്ഥലമായിരുന്നു. വല്യപ്പനും അപ്പനും അപ്പാപ്പൻ 90 സെന്റ് വീതം സ്ഥലം വീതിച്ചു കൊടുത്തതാണ്. വല്യപ്പന്റെ സ്ഥലമാണ് ഈ 90 സെന്റ്, അപ്പന്റെ 90 സെന്റ് വേറെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ തറവാട്, അവിടെയാണ്. ഈ 90 സെന്റ് സ്ഥലം അപ്പനൊരു ഗവൺമെന്റ് ജോലിക്കാരനായതുകൊണ്ട് കിട്ടുന്നതിൽ കുറച്ച് പൈസയൊക്കെ ഒരു 100 രൂപ 200 രൂപ 500 രൂപയൊക്കെ ആയിട്ട് വല്യപ്പന് വല്ലപ്പോഴൊക്കെ കൊടുക്കുമായിരുന്നു. ഈ കൊടുത്തുകൊണ്ടിരുന്ന കാശ് എല്ലാം അപ്പൻ കൃത്യമായിട്ട് എഴുതി വെച്ചു. അവസാനം ഒരു ദിവസം വലിയൊരു ലിസ്റ്റുമായിട്ട് ചെന്നു, ചേട്ടാ എനിക്ക് ഇത്രയും കാശ് നീ തരാനുണ്ട്, ആ കാശ് എനിക്ക് തരണം. അപ്പോഴാ പാവൻ ചേട്ടൻ വാ വിളിക്കുന്നത്. കാരണം അനുജന് ഗവൺമെന്റ് ജോലി ഉള്ളത് കൊണ്ട് വല്ലപ്പോഴും ഒരിക്കൽ ഇച്ചിരി വെള്ളം കുടിക്കാൻ തന്നതാണെന്നുള്ള മനോഭാവത്തിൽ എല്ലാം മേടിച്ചും നന്നായിട്ടൊന്ന് മിനുങ്ങിക്കൊണ്ട് കിടന്നു. പക്ഷെ അവസാനം ലിസ്റ്റുമായിട്ട് വന്നപ്പോൾ കാശ് കൊടുക്കാനില്ല. എടാ എൻ്റെ കയ്യിൽ കാശില്ല. അപ്പോഴാ പറയുന്നത്, അപ്പോൾ അനിയൻ പറയാണ്, എനിക്ക് നിന്നെ നോക്കാനുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല, എനിക്ക് എൻ്റെ ഭാര്യയും മക്കളുണ്ട്, അവരുടെ ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ട് എനിക്ക് തരാനുള്ള കാശ് കയറണം. അപ്പൊ ചേട്ടൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശ് ഇല്ലല്ലോ മോനെ. അപ്പോഴാ പറയുന്നത്, പേടിക്കണ്ട, ദേ പ്രമാണമൊക്കെ റെഡിയാ, ഒപ്പിട്ട് തന്നാൽ മതി, ബാക്കി കാശ് ഞാൻ അങ്ങോട്ട് തരാം. അങ്ങനെ ചേട്ടനിൽ നിന്ന് മേടിച്ച കാശ് അങ്ങനെ പറ്റിച്ചെടുത്ത രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഈ 90 സെന്റ് സ്ഥലം. ഇതാണ് മക്കൾക്ക് വീതം വെച്ച് കൊടുത്തത്. അനീതിപരമായിട്ട്, അക്രമപരമായിട്ട്, ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ ചതിച്ച് പറ്റിച്ച് മേടിച്ച 90 സെന്റ് സ്ഥലം മക്കൾക്ക് വീതം വെച്ച് കൊടുത്തപ്പോൾ ഇവർ രണ്ടുപേരും നല്ല മണിമാളികകളൊക്കെ പണിതുകൊണ്ട് സമാധാനത്തോടു കൂടി ജീവിക്കാൻ അവിടെ സാധിക്കുമോ? കാരണം അത് കണ്ണുനീരിന്റെ സ്ഥലമാണ്, ദൈവത്തിന് നിരക്കാത്തതാണ്. അതുകൊണ്ട് അവിടെ താമസിക്കുമ്പോൾ അല്പം പോലും സ്വസ്ഥത കിട്ടുന്നില്ല. ഇവർ രണ്ടുപേരും വല്ലാത്തൊരവസ്ഥയില. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഈ സ്ഥലത്ത് സ്വസ്ഥതയോടുകൂടി ജീവിക്കില്ല. അവരുടെ പ്രശ്നം തീർന്നു അതോടുകൂടി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും അച്ഛാ? ഞാൻ പറഞ്ഞു, ഈ സ്ഥലം വിട്ടുകൊടുക്കണം. നിങ്ങളുടെ വല്യപ്പനും അവന്റെ വല്യപ്പന്റെ മക്കൾക്കും അർഹതപ്പെട്ട സ്ഥലമാണ്, കൊടുക്കണം. കൊടുക്കാൻ പറ്റുമോ? കാരണം നല്ല വീട് പണിതു. അച്ചു ഇത്രയും കാശ് മുടക്കി ഞങ്ങൾ നല്ല വീട് പണിതല്ലേ, കൊടുക്കാൻ പറ്റുമോ? കൊടുക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു, പറ്റില്ല, അവരുടെ സ്ഥലമാണ്, അവർക്ക് കൊടുക്കണം. അച്ചു വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തിന് എത്ര കാശ് വിലയുണ്ടോ ആ കാശ് അവർക്ക് കൊടുക്കണം. അവരിന്ന് യാതൊരു ഗതിയുമില്ലാതെ ഇവിടെ നിന്ന് ഈ സ്ഥലം കൊടുത്തുകൊണ്ട് കൊടകിൽ പോയി അവിടെ പോയി താമസിക്കാം. ഒരു ഗതിയും പിടിച്ചിട്ടില്ല, ചെറിയൊരു കൂര മാത്രമേ ഉള്ളൂ. ആ വല്യമ്മ ഒരു അരിയും പെട്ടിയിൽ വളഞ്ഞുകൂടി കിടന്ന് അതിന് കൂന് പിടിച്ചു എന്ന് അവർ തന്നെ പറയുന്നു. അത്രമാത്രം പറ്റിച്ചും തട്ടിച്ചും മേടിച്ച് അവരുടെ ജീവിതം ഏറ്റവും അധോഗതിയിലാക്കിയ ഈ അവരുടെ അപ്പൻ, ആ അപ്പൻ വീതിച്ചു കൊടുത്ത ഈ സ്ഥലം അത് ആഘോഷമായിട്ട് കൊണ്ടുനടക്കുന്ന മക്കള് സ്വസ്ഥതയോടുകൂടി ജീവിക്കാനാകില്ല. പ്രിയമുള്ളവര്, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും അനീതിപരമായിട്ട് മേടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അനുഭവിക്കാനാകില്ല. അതൊന്നുകിൽ നീ നിന്റെ ഏതെങ്കിലും ഒരു ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ മതി, ഇന്നൊരു ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ 1.5 ലക്ഷം രൂപ മിനിമം കൊടുക്കണം. ഒരു ബൈപ്പാസ് സർജറി ആണെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കണം. ഇതൊക്കെ കൊടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്ത് അനീതിയും അക്രമം കാണിക്കാൻ പ്രശ്നമില്ല. പക്ഷേ ഇതൊന്നും കാണിക്കാതെ വിശ്വസ്തയോടുകൂടി ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ഈ വിശുദ്ധ ഗീവർഗീസിനെ പോലെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ കൊണ്ട് മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് കാല് തട്ടിയാൽ എത്ര കാശ് ആശുപത്രി കൊണ്ട് കൊടുക്കണം, എന്തോരം ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യണം. ഇതൊന്നും ഇല്ലാതെ എന്റെ ദൈവം കാക്കുന്നുവെങ്കിൽ അതല്ലേ എന്റെ ജീവിതത്തിലെ മൂല്യമായിട്ടുള്ളത്, നീതിയായിട്ടുള്ളത്. നീതിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 15-ാം സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവേ നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും, നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും. വളരെ അക്കമിട്ട് സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവിന്റെ കൂടാരത്തിൽ വസിക്കുന്നതിനുള്ള യോഗ്യതകൾ. നീ മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയരുത്, ആരെയും ദ്രോഹിക്കരുത്, കൈക്കൂലി വാങ്ങരുത്, ദൈവഭക്തനോട് ആദരവ് കാണിക്കണം, നീ നീതിയോടുകൂടി ജീവിക്കണം, നന്മ പ്രവർത്തിച്ച് ജീവിക്കണം. ഇതൊക്കെ സങ്കീർത്തകൻ വളരെ വ്യക്തമായിട്ട് 11 കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ആഘോഷമായിട്ട് ജീവിച്ചാൽ മതി. പക്ഷേ ഇത് അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒന്നുകിൽ നീ ഇങ്ങനെ സമ്പാദിച്ചെടുക്കുന്ന നിന്റെ മക്കളായിട്ട് നശിപ്പിച്ചു കളയും, നിനക്കൊരു സ്വസ്ഥതയും കിട്ടില്ല. നീ പണം കൊടുത്ത് നീ കിടക്ക മേടിക്കും, പക്ഷെ നിനക്ക് ഉറക്കം കിട്ടില്ല. നീ പണം കൊടുത്ത് ഭക്ഷണം മേടിക്കും, നിനക്ക് വിശപ്പ് കിട്ടില്ല. നീ പണം കൊടുത്ത് മരുന്ന് മേടിക്കും, ആരോഗ്യം കിട്ടില്ല.
പണം കൊടുത്താൽ കിട്ടാത്ത നിരവധി മൂല്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതൊന്നും പണത്തിന് സമ്പത്തിനോ നിനക്ക് അതിജീവിക്കാനായിട്ട് പറ്റില്ല. ഇതൊക്കെ ദൈവത്തിന് തരാനേ പറ്റുള്ളൂ. മനസമാധാനമുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റൂ, മനസമാധാനമുണ്ടെങ്കിൽ വിശപ്പുണ്ടാകൂ, മനസമാധാനമുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാകൂ. ഈ മനസമാധാനം നിന്റെ ദൈവത്തിന് മാത്രമേ തരാൻ സാധിക്കൂ. മറ്റു ഒരു വസ്തുവിനും ഒരു വ്യക്തിക്കും നിനക്ക് മനസമാധാനം തരാൻ പറ്റില്ല. അതുകൊണ്ടാ ഈ വിശുദ്ധാത്മാക്കൾ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടത്, തമ്പുരാന് വേണ്ടി മരിച്ചത്. അവർ മരിച്ചപ്പോഴാണ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അത് നീതിക്ക് വേണ്ടി നിലനിന്നത് കൊണ്ടാണ് അവർ വിശുദ്ധരായിട്ട് മാറിയത്. അതുകൊണ്ട് ജീവിതത്തിൽ നീതി പ്രവർത്തിക്കണം, തമ്പുരാന്റെ മുഖമുള്ളവരായിട്ട് മാറണം, ദൈവത്തിന്റെ മുഖമായിരിക്കണം നമ്മുടെയൊക്കെ. ആദിയിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. എല്ലാ പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം ജീവജനാചരങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ട് ദൈവം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് എനിക്കുള്ളത് ദൈവത്തിന്റെ രൂപമാണ്, ദൈവത്തിന്റെ സാദൃശ്യമാണ്. ആ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട എനിക്ക് ദൈവത്തിന്റെ പ്രതിച്ഛായയായിട്ട് മാറുവാനായിട്ട് സാധിക്കണം. അപ്പോൾ മാത്രമേ എൻ്റെ ഈ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച ജീവിതമായിട്ട് മാറുന്നുള്ളൂ. ദൈവത്തിന്റെ മുഖം മറ്റുള്ളവർക്ക് കൊടുക്കണം, ദൈവത്തിന്റെ കരുണ മറ്റുള്ളവർക്ക് കൊടുക്കണം, ദൈവികമായി നീതി മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മൾ പലപ്പോഴും ഇന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ടല്ലോ, ബലിയല്ല അനുസരണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്. അത് പഴയ നിയമത്തിലുണ്ടായ ഒരു സംഭവമാണ്. പക്ഷെ ദൈവം പറയുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളതിന്റെ അർത്ഥം നീ പോയി പഠിക്കുക. ഈ നീതിയെ അനുസരണത്തെക്കാളൊക്കെ വലുത് കരുണയാണ്. കർത്താവ് കൊടുത്തിട്ടുള്ളത് കരുണയാണ്. സുവിശേഷത്തിന്റെ ഓരോ ഏടുകൾ മറച്ചു നോക്കുമ്പോഴും ഈശോ കാണിച്ചിട്ടുള്ളത് പാപികളോട് കാണിച്ചിട്ടുള്ള കരുണയാണ്. ആ കരുണ സ്വീകരിച്ചവര് ആ കരുണയ്ക്കനുസരിച്ച് ജീവിച്ചപ്പോൾ അവരും ഇന്നും ഓർമ്മിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കരുണ കൊടുക്കാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് ഈ വിശുദ്ധാത്മാക്കൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തമ്പുരാന്റെ മുഖങ്ങളായിട്ട് മാറണം. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ചെയ്ത വലിയൊരു കൃത്യമുണ്ട്, വലിയൊരു ശുശ്രൂഷ ദൈവം ചെയ്തിട്ടുണ്ട്. ഈശോ ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ട്. അവൻ എല്ലാ രീതിയിലും ഈ ജനത്തിന് രക്ഷ നൽകാനായിട്ടൊന്ന് പരിശ്രമിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും ധാരാളം ചെയ്തു, നിരവധി വചനം പ്രഘോഷിച്ചു. ഇതിന്റെ ഈ സൗഖ്യങ്ങളൊക്കെ നേടിയവര്, ആനുകൂല്യങ്ങൾ നേടിയവർ ഓരോരുത്തരായി പോയി. എന്നിട്ടും ആരും രക്ഷപ്പെടുന്നില്ല, ആരും വിശുദ്ധിയിലേക്ക് വരുന്നില്ല, വീണ്ടും തിന്മയുടെ മാർഗത്തിൽ കിടക്കുന്നു. ദൈവമായവൻ അവസാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവൻ അവസാന അത്താഴത്തിന്റെ സമയത്ത് അവൻ തന്റെ മേലങ്കിയൊക്കെ മാറ്റിയിട്ട് ഒരു കച്ചയെടുത്ത് ചുറ്റിക്കൊണ്ട് ഈ സഹോദരങ്ങളുടെ, തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പാദങ്ങൾ കഴുകുന്നുണ്ട്. ഞാൻ ഉപരിപഠനത്തിന് പോയപ്പോൾ പഠിച്ച ഒരു പാഠമാണ്. വിശുദ്ധ ബൊനവഞ്ചർ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ബൊനവഞ്ചർ ഈ കാലുകഴുകൽ ശുശ്രൂഷയെ പറയുന്നത്, പാപം ചെയ്യുന്ന മനുഷ്യൻ അവൻ കൂന് പിടിച്ച മനുഷ്യനെ പോലെ ആവുകയാണ്. ഈ പാപത്തിന്റെ ഭാരം നിമിത്തം വളഞ്ഞു പോകുന്നു. കൂന് പിടിച്ചൊരു മനുഷ്യന് തന്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് അവന്റെ രൂപം എന്ത്, അവന്റെ സാദൃശ്യം എന്ത്, ഇതൊന്നും അവന് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തലയൊന്ന് പൊക്കി നോക്കാനായിട്ട് അവന് സാധ്യമല്ല. അവന്റെ അരയ്ക്ക് കിഴിപ്പോട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഒരു മനുഷ്യന്റെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നേരെ നിൽക്കുന്ന മനുഷ്യനെ കാണാൻ, മുൻപിൽ നിൽക്കുന്ന മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല. ആ മനുഷ്യൻ എന്നും കൂന് പിടിച്ച മനുഷ്യനാ. ഇതാണ് പാപം ചെയ്യുന്ന ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഒരു മനുഷ്യന് സംഭവിക്കുന്നത്. മുൻപിൽ നിൽക്കുന്ന സഹോദരങ്ങളുടെ മുഖം കാണാതെ, ദൈവത്തിന്റെ മുഖം കാണാതെ, ഈ ഭൂമിയിലുള്ള വസ്തുക്കൾ മാത്രം കണ്ടുകൊണ്ട് കൂന് പിടിച്ച മനുഷ്യരായിട്ട് മാറുകയാണ്. ഇങ്ങനെ കൂന് പിടിച്ച മനുഷ്യനൊന്നും നിവർന്നു നോക്കാനാകാത്തത് കൊണ്ട് ദൈവമായവൻ ഈശോ അവന്റെ പാദത്തോളം താഴുകയാണ്. അവന്റെ കാലിന്റെ ഏറ്റവും മടിയിൽ വന്നിട്ട് ഇവന്റെ മുഖം ഒന്ന് ഉയർത്തി നോക്കുന്നു. എന്തിനാ? ഈ കൂന് പിടിച്ച പാപത്തിന് അടിമപ്പെട്ടു പോയ മനുഷ്യന് തന്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുക്കാനാ. ദൈവത്തിന്റെ മുഖദർശനം കിട്ടുന്നവൻ അവൻ രക്ഷപ്പെടും, അവന് ജീവിതത്തിൽ രക്ഷയുണ്ടാകും. അതുകൊണ്ട് ദൈവമായവൻ അവന്റെ പാദത്തോളം വന്നുകൊണ്ട് അവന്റെ മുഖദർശനം നൽകുന്നു. ഈ മുഖദർശനം നൽകിക്കൊണ്ട് അവന് രക്ഷയിലേക്ക് നയിക്കുകയാണ്. ഈ ശുശ്രൂഷകൾക്കെല്ലാം ശേഷമാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെയാണ് ഈ സ്ലീഹന്മാരൊക്കെ കർത്താവിന്റെ രക്തസാക്ഷികളായിട്ട് മാറിയത്. 12 പേരിൽ 11 പേരും 10 പേരും രക്തസാക്ഷികളാ. യൂദാസ് പോയി കെട്ടിത്തൂങ്ങി മരിച്ചു. യോഹന്നാൻ മാത്രമാണ് രക്തസാക്ഷിയാകാത്തതുള്ളത്. ബാക്കി എല്ലാവരും കർത്താവിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തവരാ. എന്തുകൊണ്ടാ? കർത്താവിന്റെ മുഖം ദർശിച്ചവരാ. ദൈവത്തിന്റെ കരുണയുടെ മുഖമാണ് അവർ ദർശിച്ചത്, അവന്റെ സ്നേഹത്തിന്റെ മുഖമാണ് ദർശിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവന്റെ സ്നേഹത്തിന്റെ മുഖമായ, കരുണയുടെ മുഖമായ ഒരു രൂപം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ കരുണയുടെ മുഖമുണ്ടാകുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മളും ഓർമ്മിക്കപ്പെടുന്നവരായിട്ട് മാറുകയുള്ളൂ. ഈ ലോകത്ത് നിന്ന് കടന്നു പോകും, ഇവിടെ നിന്ന് മരണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയാൽ 1-2 വർഷം പ്രിയപ്പെട്ടവര്, ബന്ധുക്കളൊക്കെ വന്ന് ഈ സിമിത്തേരിയിൽ വന്ന് ഒരു ഒപ്പീസിയയിലേക്കും ഒരു ആണ്ടിന്റെ ശുശ്രൂഷകളൊക്കെ നടത്തും. അത് കഴിയുമ്പോൾ
ആര് ഓർക്കുന്നു? നമ്മുടെ അപ്പാപ്പന്മാരെയൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? അതിന്റെ അപ്പന്മാരെ ഓർക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി ഒരു ബലിയർപ്പിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈ ലോകത്തില് നിങ്ങൾക്ക് സമ്പത്ത് തരാൻ വേണ്ടിയിട്ട് അവർ സമ്പാദിച്ചു കൂട്ടി വീതം വെച്ച് നിങ്ങളുടെ അപ്പന് കൊടുത്തു, അപ്പനിൽ നിന്ന് നിങ്ങൾ മേടിച്ചതല്ലേ? എന്നിട്ട് നിങ്ങളുടെ അപ്പാപ്പനോ അല്ലെങ്കിൽ അപ്പാപ്പന്റെ അപ്പനോ വേണ്ടിയിട്ട് ഒരു ഒപ്പീസും ഇല്ലാനോ കുർബാന ഇല്ലാനോ എത്ര പേര് വരുന്നുണ്ട്? അവര് മറന്നുപോയി, അവരുടെ നാമം പോലും ഓർക്കുന്നില്ല. പക്ഷേ ഈ വിശുദ്ധാത്മാക്കൾ അവര് വിശുദ്ധിയോടുകൂടി ജീവിച്ചു, കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായതുകൊണ്ട് ഓർമ്മിക്കപ്പെടുന്നു. ഇനി അവർ ജീവിതത്തിൽ ഒരിക്കലും മരിക്കില്ല. ഈ ലോകമുള്ള അത്രയും കാലം വിശുദ്ധ അൽഫോൻസാമയുടെ കുഴിമാടത്തിലേക്ക് തീർത്ഥാടകർ പോയിക്കൊണ്ടിരിക്കും. കാരണം അവൾ വിശുദ്ധിയിൽ ജീവിച്ചു. റാണി മരിയയുടെ കുഴിമാടത്തിലേക്ക് നിരവധി പേര് പോകും. പുല്ലുവഴി ഇടവകയിലേക്ക് ധാരാളം വ്യക്തികൾ പോകും. തീർത്ഥാടനത്തിന് വേണ്ടി, തീർത്ഥം തേടി, ദൈവത്തെ തേടി പോകും. കാരണം അവര് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. ഞാൻ ഈ കഴിഞ്ഞ മാസത്തിൽ അവിടെ തിരുനാളായിരുന്നു. അവിടെയും ഇതുപോലെ ഞാൻ ഈ പ്രസംഗത്തിന് ചെന്ന സമയത്ത് അവരുടെ വീട്ടുകാരവിടെയുണ്ട്, റാണിമരിയയുടെ വീട്ടുകാര്. റാണിമരിയ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ വലിയ ദുഃഖമായിരുന്നു. ഒരു രക്തസാക്ഷിണിയായി മാറിയ ഒരു സഹോദരി ഈ കന്യാസ്ത്രീയാകാൻ പോകാതിരുന്നെങ്കിൽ ഞങ്ങളുടെ പെങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലല്ലോ എന്ന് വാവിട്ട് കരഞ്ഞിട്ടുള്ള സഹോദരങ്ങളാ. അപ്പനും അമ്മയും വന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മകൾ ഒരു കന്യാസ്ത്രീയാകാൻ പോയതുകൊണ്ടല്ലേ ഇങ്ങനെ വെല്ലോന്റെ കുത്തുകൊണ്ട് ചാകേണ്ടി വന്നത് എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ വാവിട്ട് കരഞ്ഞവരാ. പക്ഷേ അവർ ജീവിച്ചിരിക്കെ തന്നെ അവരുടെ മകൾ, അവരുടെ സഹോദരി അൾത്താരയിൽ വണങ്ങപ്പെടുന്ന രൂപത്തിലേക്ക് അവൾ ഉയർന്നു. ആ അൾത്താരയിൽ റാണി മരിയയുടെ രൂപം വെച്ചിട്ടുണ്ട്. സ്വന്തം സഹോദരി, സ്വന്തം മകള് ദൈവത്തിന്റെ പ്രതിരൂപമായി ഈ ലോകമുള്ള അത്രയും കാലം ഓർമ്മിക്കപ്പെടുന്ന ഒരു സാന്നിധ്യമായി അൾത്താരയിൽ വണങ്ങപ്പെടുന്ന രീതിയിൽ ആയിത്തീർന്നത് അവള് വിശുദ്ധിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷം നമ്മെ ഓർമ്മപ്പെടുത്തണം. എന്റെ ജീവിതത്തിലും ഈ വിശുദ്ധാത്മാക്കൾ കാണിച്ചു തരുന്ന വിശുദ്ധി, അവർക്ക് ഉണ്ടായിരുന്ന പരിശുദ്ധി, അതെന്റെ ജീവിതത്തിൽ വേണം. അവരുടെ ജീവിത മാതൃകൾ ഞാൻ ഉൾക്കൊള്ളണം. അതനുസരിച്ച് നീതിയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഓർമ്മിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറും. നമ്മൾ എന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കും. അതുകൊണ്ട് ഈ വിശുദ്ധാത്മാക്കളുടെ ഈ തിരുനാൾ ആഘോഷങ്ങൾ നമുക്ക് അനുഭവങ്ങളായിട്ട് മാറട്ടെ. ആഘോഷങ്ങളല്ല, മറിച്ച് അനുഭവമായിട്ട് മാറണം. അത് ദൈവാനുഭവത്തിന്റെ ഇടങ്ങളായിട്ട് മാറണം. ഇനി ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നല്ലൊരു പ്രാർത്ഥനാന്തരീക്ഷത്തിനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ, ചങ്കുരുകി വിളിക്കണം ദൈവത്തെ, നീതിയോടുകൂടി പ്രവർത്തിക്കണം. അനീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെല്ലാം അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ തുടരുമ്പോൾ ഞാനും വിശുദ്ധിയിലേക്ക് വളരുന്നു. വരും തലമുറയെ വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് പ്രാപ്തമാക്കാനായിട്ട് ഈ തിരുനാളാഘോഷം നമ്മെ സഹായിക്കട്ടെ.